ഹായ് ഹലോ. ഇന്ന് ഞാനൊരു കിടിലൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത്തിരി എടുത്താൽ പൊങ്ങാത്തൊരു റെസിപ്പിയാണ്, പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞപ്പോണ്ടല്ലോ അപ്പാര ടേസ്റ്റാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, അത് എല്ലാ പീസും കൂടെ കൂടും കേട്ടോ. ഇനി അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും മിക്സിയിലിട്ട് അടിച്ച ആ ഒരു അരപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരു ഇത്തിരി നാരങ്ങാനീര്, പിന്നെ 2 ടേബിൾ സ്പൂൺ കട്ടത്തൈര്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളെടുത്ത് മാറ്റി വെക്കുക. ഫ്രിഡ്ജിലായാലും വെക്കാം. ഈ അരപ്പൊക്കെ അതിനകത്തേക്ക് പിടിച്ച് ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയാണ് കേട്ടോ ചിക്കൻ ഇത്തിരി മാറ്റി വെക്കുന്നത്. അടുത്ത പരിപാടി സവാള നൈസായിട്ട് അരിഞ്ഞ് എണ്ണയിലിട്ട് വറുത്ത് മാറ്റി വെക്കുക. നിങ്ങൾക്ക് അറിയാലോ, ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ എടുത്ത് മാറ്റി വെക്കുക. ആ എണ്ണ കളയുകയും ചെയ്യരുത്. ഇനി അടുത്തായിട്ട് നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് പരിപാടി നോക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സവാള ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ബിരിയാണി മസാല, അതിൻ്റെ അളവുകളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്യാം കേട്ടോ. തീ ലോ ഫ്ലെയിമിൽ വെക്കുക. പൊടിയുടെ പച്ചമണം എല്ലാം മാറണം. ഇനി അതിനുശേഷം 2 വലിയ തക്കാളി അതിനകത്തേക്ക് മുറിച്ചിടുക. മാത്രമല്ല, നമ്മൾ നേരത്തെ മസാല പുട്ടി വെച്ച ചിക്കൻ കൂടെ ഇടുക. ചിക്കനും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. അത് അവിടെ കിടന്ന് വേവട്ടെ. ഇനി നമുക്ക് റൈസിന്റെ കാര്യം നോക്കാം. 3 ഗ്ലാസ് ബസുമതി റൈസാണ്. നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്ത് മാറ്റി വെക്കുക. ഇനി നമ്മളൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ഒന്ന് വറുത്ത് മാറ്റിയതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ബസുമതി റൈസും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ മതി. ഇനി റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. തിളപ്പിച്ച വെള്ളം തന്നെ വേണം. ഇനി അതിലേക്ക് എല്ലാ സ്പൈസസും, പിന്നെ ഒരു 1/2 കഷ്ണം നാരങ്ങയുടെ നീരും, പിന്നെ നേരത്തെ മാറ്റി വെച്ച എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം, എണ്ണ ഒരു 2 ടീസ്പൂൺ മതി കേട്ടോ. ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. റൈസ് ഒരു 75% വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വെക്കണം. ഇനി നമ്മുടെ ചിക്കൻ ഗ്രേവിയിൽ നിന്നെടുത്ത് ചിക്കൻ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തു കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടിയാണ് ദമ്മിടൽ. ദമ്മിടുന്ന പാത്രത്തിലേക്ക് താഴെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ തന്നെ ചെയ്ത എണ്ണയായാലും മതി. അതിനകത്തേക്ക് ചിക്കൻ്റെ പീസ് ഇട്ടതിന് ശേഷം മല്ലിയില, പുതിനയില, പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, അണ്ടിപ്പരിപ്പും മുന്തിരിയും, നാരങ്ങ, പിന്നെ ഞാൻ കുറച്ച് പാലിൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി അതും കൂടി ഇത്തിരി ഒഴിച്ചു കൊടുത്തു കേട്ടോ. നേരത്തെ മാറ്റി വെച്ച് എണ്ണയും കൂടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വീണ്ടും നമ്മൾ ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് അവസാനം ഇത് നന്നായിട്ട് അടച്ച് ഒരു എയറും അകത്തേക്ക് കിടക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ അടച്ച് സീൽ ചെയ്ത് ഒരു 5 മിനിറ്റ് ദമ്മിൽ ഇങ്ങനെ വേവാൻ വെക്കുക. ഒരുപാട് സമയം വെക്കരുത്, കരിഞ്ഞു പോകും. ഇനി ഒരു 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം അത് തുറന്ന് കഴിക്കുക. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.